ഗാസ വെടിനിർത്തലിൽ നിർണായക ഇടപെടൽ നടത്തിയ ട്രംപ് പ്രചാരണ സമയത്ത് നൽകിയ ഒരു വാഗ്ദാനമുണ്ടായിരുന്നു. ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുമെന്ന്. ഇതിനുവേണ്ടി ശക്തമായ ശ്രമം നടത്തുമെന്നും ട്രംപ് വാഗ്ദാനം നൽകിയിരുന്നു. ഇപ്പോൾ ഇതാ പ്രതീക്ഷയ്ക്ക് വകവയ്ക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. അടുത്തയാഴ്ച ഉക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്താൻ അവസരമുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തെ ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത് വളരെ പ്രാധാന്യത്തോടെയാണ്. എന്നിരുന്നാലും ഈ കൂടിക്കാഴ്ച വീഡിയോ കോൺഫറൻസ് വഴിയാണോ നേരിട്ട് കാണുമോ എന്ന വിശദാംശങ്ങൾ ആരും പുറത്തുവിട്ടിട്ടുമില്ല. ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗരു ഇഷിബയെ വൈറ്റ് ഹൌസിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ട്രംപ് ഈ വിവരം പറഞ്ഞത്. റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി കൂടിക്കാഴ്ച നടത്താനുള്ള ആഗ്രഹവും ട്രംപ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു മാസത്തിന് മുൻപ് പുടിൻ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞ അദ്ദേഹം ഇക്കാര്യത്തിൽ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ചയ്ക്ക് ഒരുക്കമാണെന്നും അറിയിച്ചിരുന്നു. റഷ്യക്കാരുമായുള്ള വാർഷിക ചോദ്യോത്തര വേളയിൽ സ്റ്റേറ്റ് ടിവിയിൽ ജനങ്ങൾക്കിടയിൽ നിന്നും ഉയർന്ന ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു വ്ളാഡിമിർ പുടിൻ. ഉക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യൻ സൈന്യം മികച്ച രീതിയിൽ മുന്നേറിയെന്നും പ്രാഥമിക ലക്ഷ്യം കൈവരിച്ചെന്നും ട്രംപ് വിലയിരുത്തി. റഷ്യൻ സൈന്യം യുദ്ധക്കളത്തിലുടനീളം മേൽക്കൈ നേടിയെന്ന് അവകാശപ്പെട്ടെങ്കിലും ഉക്രൈനിയൻ സൈന്യം ഓഗസ്റ്റിൽ നുഴഞ്ഞുകയറ്റം നടത്തിയ പടിഞ്ഞാറൻ കുർസ്ക് മേഖല റഷ്യ എപ്പോൾ തിരിച്ചുപിടിക്കുമെന്ന് അറിയില്ലെന്ന് സമ്മതിക്കാനും പുടിൻ നിർബന്ധിതനായി. അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഒരു ദിവസത്തിനുള്ളിൽ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പ്രചാരണ സമയത്ത് ട്രംപ് പറഞ്ഞിരുന്നു. ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിലാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസ്താവനയെ ട്രംപ് സ്വാഗതം ചെയ്തത്. ഞാൻ അദ്ദേഹത്തെ എപ്പോൾ കാണുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. 4 വർഷത്തിലേറെയായി ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിട്ടില്ല. തീർച്ചയായും എപ്പോൾ വേണമെങ്കിലും ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാണെന്നും പുടിൻ പറഞ്ഞു. നിയുക്ത പ്രസിഡന്റ് ട്രംപുമായി എപ്പോഴെങ്കിലും ഒരു കൂടിക്കാഴ്ച നടത്തിയാൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും എനിക്ക് ഉറപ്പുണ്ട്. റഷ്യൻ ചർച്ചകൾക്കും വിട്ടുവീഴ്ചകൾക്കും തയ്യാറാണ്. അതോടൊപ്പം തന്നെ പ്രത്യേക സൈനിക ഓപ്പറേഷൻ തിടുക്കത്തിൽ ഞങ്ങൾ തുടക്കത്തിൽ നിശ്ചയിച്ചിട്ടുള്ള പ്രാഥമിക ലക്ഷ്യങ്ങൾ പരിഹരിക്കുന്നതിലേക്ക് നീങ്ങുകയാണ്. ഞങ്ങളുടെ സൈന്യം വീരോചിതമായി പോരാടുകയാണെന്നും പുടിൻ വ്യക്തമാക്കി. മറ്റാരുടെയും പിന്തുണയില്ലാതെ നിലനിൽക്കാൻ രാജ്യം പ്രാപ്തമായിട്ടുണ്ട്. നിലവിൽ ഉക്രൈൻ സൈന്യത്തിന്റെ കൈവശമുള്ള കുർസ്ക് മേഖല പിടിച്ചെടുക്കും. എന്നാൽ അതിന് കൃത്യമായ ദിവസം പറയാനാകില്ലെന്നും പുടിൻ വ്യക്തമാക്കി. അതേസമയം റഷ്യയുടെ പ്രദേശത്ത് ആക്രമണം നടത്താൻ US വിതരണം ചെയ്ത മിസൈലുകൾ ഉപയോഗിക്കുന്നതിന് കൈവിനെ അനുവദിച്ച പ്രസിഡന്റ് ജോ ബൈഡന്റെ തീരുമാനത്തെ ട്രംപ് നിശിതമായി വിമർശിച്ചതിനെ റഷ്യ സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു. അതേസമയം ഉക്രൈനിന്റെ കിഴക്കൻ പ്രദേശത്തെ ഭൂമി വിട്ടുകൊടുക്കേണ്ടി വരുമെന്ന ഭയം മൂലം ചർച്ചകളിലൂടെ സംഘർഷം അവസാനിപ്പിക്കുകയെന്ന ആശയം പല ലോക നേതാക്കളും നേരത്തെ തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. വിഘടനവാദികളുടെ പിന്തുണയോടെ വ്ളാഡിമിർ പുടിൻ 2022 ഈ പ്രദേശങ്ങൾ ആക്രമിച്ചിരുന്നു. അവിടുത്തെ ഭൂരിഭാഗം ജനങ്ങളും തങ്ങളെ റഷ്യക്കാരാണെന്നായിരുന്നു പുടിന്റെ അവകാശവാദം. തുടർന്നും ആക്രമണം തുടർന്നതോടെയാണ് സെലൻസ്കി തിരിച്ചടി തുടങ്ങിയത്. അതേസമയം അടുത്ത കാലത്ത് നടത്തിയ പല അഭിപ്രായ വോട്ടെടുപ്പുകളിലും പ്രശ്നം ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന ഓപ്ഷനാണ് മേൽക്കൈ ലഭിച്ചതെന്നും ശ്രദ്ധേയമാണ്. 44% ഉക്രൈനിയക്കാരും കീവും മോസ്കോയും തമ്മിൽ ചർച്ചകൾ ആരംഭിക്കാൻ സമയമായെന്ന് വിശ്വസിക്കുന്നവരാണെന്ന് ഉക്രൈനിയൻ തിങ്ക് ടാങ്കായ റസുംകോവ് സെന്റർ അടുത്തിടെ നടത്തിയ വോട്ടെടുപ്പ് വ്യക്തമാക്കുന്നു. അതേസമയം ഈ പ്രദേശത്തെ ജനസംഖ്യയുടെ 1/3 കൂടുതൽ പേരും സമാധാന ചർച്ചകൾ ആരംഭിക്കാൻ കാരണമില്ലെന്ന് വിശ്വസിക്കുന്നവരാണെന്നും വോട്ടെടുപ്പ് പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.